Hello all, welcome back to the channel. നമ്മൾ ചെക്ക് ചെയ്യുന്നത് യൂസർ ഇൻപുട്സ് ആണ്. നമ്മൾ പ്രിന്റ് എഫ് വെച്ചിട്ട് പ്രിന്റ് ചെയ്യാൻ നോക്കിയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് യൂസർ എങ്ങനെ ഇൻപുട്ടുകൾ നൽകാം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ scanf എന്ന ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മളൊരു വാല്യൂ ഡിക്ലെയർ ചെയ്തു. ഇതിന്റെ വാല്യൂ നമുക്ക് യൂസർ ഇൻപുട്ട് ചെയ്യാം. ഓക്കെ, ആ വാല്യൂ നമ്മൾ ഇപ്പോ വാല്യൂവിലേക്ക് നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല, വാല്യൂബിളിലേക്ക് നമ്മൾ ഇപ്പോൾ അസൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ആ വാല്യൂബിളിലേക്ക് വാല്യൂ യൂസർ ഇൻപുട്ട് ആയിട്ട് നൽകാം. ഓക്കെ, ഇൻഡ് ചെയ്യുന്ന പോലെ ഇനി ഇതിലേക്ക് നമുക്ക് വാല്യൂ യൂസർ കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഉടനെ എന്തൊരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് പറയാം. പ്രിന്റ് ഓഫ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ പ്രിന്റ് ചെയ്യാനാണ്. ഇവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്റെ യുവർ നമ്പർ. എന്നിട്ട് ഇവിടെ നമുക്കൊരു സ്ലാഷ് എന്ന് കൊടുക്കാം. ഇനി ആ വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്യണം, യൂസർ ഇൻപുട്ട് ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് ഉപയോഗിക്കുന്ന വേർഡാണ് സ്കാൻഫ്. ഇവിടെയുള്ള ഡാറ്റ ടൈപ്പ് എന്താണ്? ഇന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ ഇതിനെ നമുക്ക് പറയാൻ പറ്റുന്നത് %d. ഇതിനും രണ്ട് പാരാമീറ്റർ, ഒന്ന് %d. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഇൻറ്റിന്റെ അഡ്രസ് പോയിന്റ്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആൻഡ് വേരിയബിൾ നെയിം ആണ്. ഓക്കെ, അപ്പൊ ഇതെന്താ വരുക വെച്ചാൽ ഈ ഇൻറ്റ് പറഞ്ഞത് മെമ്മറിയിൽ എവിടെയാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതിന്റെ അഡ്രസ് പോയിന്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ സിന്റാക്സ് സ്കാൻഫ്. നമ്മൾ എന്താണോ ഡാറ്റ ടൈപ്പ്, നമ്മൾ ഇൻറ്റിജർ ആയതുകൊണ്ട് ഇവിടെ %d പറഞ്ഞു, ആൻഡ് നമ്മൾ ആ വേരിയബിൾ നെയിം പറഞ്ഞു. അപ്പോൾ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ഈ വാല്യൂ എന്തിൽ സ്റ്റോർ ആവും? എയിൽ സ്റ്റോർ ആവും. ഓക്കെ, ഇനി നമുക്ക് ആ വാല്യൂ ഒന്ന് പ്രിന്റ് നോക്കി വെക്കാം. പ്രിന്റ് ഓഫ് നമുക്ക് എന്ത് പറയാം? യുവർ നമ്പർ ഈസ് %d. നമുക്ക് എന്ത് പറയാം? ആ വാല്യൂ ഉള്ളത് എയിലാണ്, നമുക്ക് എ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു വാല്യൂ ഇവിടെ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പ്രിന്റ് എഫ് പറഞ്ഞു എൻ്റർ യുവർ നമ്പർ. എന്നിട്ട് അത് സ്കാൻഫ് വെച്ചിട്ട് നമ്മൾ ആ വാല്യൂ റീഡ് ചെയ്തു. ഓക്കെ, അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ് ഓപ്പറേറ്ററാണ്, ആൻഡ് എ എന്ന് പറയും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈ എൻ്റർ ചെയ്ത നമ്പർ എത്രയാണോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്തു. അതിന് നമ്മൾ യുവർ നമ്പർ ഈസ് %d പറഞ്ഞിട്ട് ഇവിടെ എ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്യാം, ഒന്ന് റൺ ചെയ്യാം. ഇപ്പൊ കണ്ടപ്പോൾ ഇവിടെ തന്നെ എൻ്റർ യുവർ നമ്പർ എന്ന് പറഞ്ഞു ജസ്റ്റ് എൻ്റർ ചെയ്യുക. കണ്ടോ, യുവർ നമ്പർ ഈസ് 10. ഓക്കെ, അപ്പോൾ സ്കാൻഫ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എൻ്റർ ചെയ്തു 10 എന്ന് പറഞ്ഞ ഡിജിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ വെച്ച് പ്രിന്റ് ആ എയിലേക്ക് 10 എന്നുള്ള വാല്യൂ നമ്മൾ അസൈൻ ചെയ്യും. ആ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇൻറ്റിന് പകരം നമ്മളിവിടെ ഒന്ന് ഫ്ലോട്ട് കൊടുക്കുക. എൻ്റർ യുവർ പ്രൈസ്, നമുക്ക് എന്താ പറയാം? പ്രൈസ് എന്ന് പറയാം. അപ്പൊ നമ്മൾ സ്കാൻ ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ്? ഫ്ലോട്ട് ആകുമ്പോൾ എഫ് വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്യണം. വേരിയബിൾ സെയിം തന്നെ ആൻഡ് എന്ന് പറഞ്ഞു. പ്രിന്റ് ഓഫ് യുവർ
price equal to percentage of price equal to percentage of A നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ബിൽഡ് ചെയ്യാം. ഒന്ന് എൻ്റർ യുവർ പ്രൈസ്. അപ്പോൾ പ്രൈസ് എന്തുണ്ടാവും? 10.50 ഡെസിമൽ പോയിന്റ് ഉണ്ടാവും. എൻ്റർ ചെയ്ത് പ്രൈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറഞ്ഞിട്ട് 10.5 പറഞ്ഞിട്ട് നമുക്ക് 6 ഡിജിറ്റിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ചും കൂടെ വലിയ വെണ്ടറാണ് എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്കൊന്ന് ഓരോന്ന് കണ്ടെങ്കിൽ എൻ്റർ യുവർ പ്രൈസ്. പ്രൈസ് വേറെ 2 ഡിജിറ്റിലേ പറയുള്ളൂ, എന്നാലും നമുക്കൊന്ന് കൊടുത്തേക്ക് നോക്കാം. 10.56789056. ഓക്കെ, 6 ഡിജിറ്റിനേക്കാളും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എൻ്റർ ചെയ്തു. ഇപ്പം എന്തേ വന്നിട്ടുള്ളൂ? ഉണ്ടോ? 5690 കഴിഞ്ഞിട്ട് അത് റൗണ്ട് ചെയ്തിട്ട് 91 ആക്കി കാണിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റിൽ പെർസെൻറ്റേജ് ഈ പോയിന്റ് കഴിഞ്ഞിട്ട് എന്താ 6 ഡിജിറ്റ് ഓർ 7 ഡിജിറ്റേ കാണിക്കുള്ളൂ അല്ലേ? അപ്പൊ അത്രയും നമുക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് കൂടുതൽ ഡിജിറ്റുകൾ വേണം. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്കതിന് ഡബിൾ യൂസ് ചെയ്യാം. നമ്മൾ മാറ്റി ഡബിൾ. നമ്മളിവിടെ എന്ന് പറഞ്ഞുകൊടുക്കാം എഫിന് പകരം LF. ഇവിടെ നമ്മൾ LF പറഞ്ഞത് ഒന്ന് കമ്പയർ ചെയ്യുക, ഒന്ന് റൺ ചെയ്യുക. എൻ്റർ യുവർ പ്രൈസ് 10 നമ്മൾ കുറച്ച് വലിയ ഡിജിറ്റ് കൊടുക്കണം. ഫ്ലോ ഡബിൾ ആകുമ്പോൾ എത്ര ഡിജിറ്റ് വരെ എടുക്കും? 15 ഡിജിറ്റ് വരെ കൊടുക്കും. ഇപ്പൊ നമുക്ക് എന്ത് വന്നിട്ടുള്ളൂ? 10.567891 കാണിച്ചിട്ടുള്ളൂ. എന്തായിരിക്കും കാരണം? ഡിജിറ്റ് കംപ്ലീറ്റ് കാണിച്ചിട്ടില്ല. പറയുന്ന കാരണം എന്താവും? നമ്മൾ സ്കാൻ ഓഫ് പറഞ്ഞു, അതിലൂടെ നമ്മൾ ഡിജിറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ പ്രിന്റ് ഓഫ് എന്ത് പറയാൻ പറ്റും? നമുക്ക് 10 ഡിജിറ്റ് കൊടുക്കാൻ പറ്റും. ബോർഡ് എന്താ പറയാൻ നമുക്ക് കുഴപ്പമില്ല, 0.10. ഓക്കെ, നമ്മളൊന്ന് ബിൽഡ് ചെയ്യുക, ഒന്ന് റൺ ചെയ്യുക. അപ്പോൾ നമ്മൾ 10.45 കുറച്ച് റാൻഡം വാല്യൂ കൊടുക്കുക, എൻ്റർ ചെയ്യുക. ഇത് കണ്ട നമുക്ക് 10 ഡിജിറ്റില് ഡാറ്റ നമുക്ക് 2 4 6 8 10 ലാസ്റ്റ് ഡിജിറ്റ് 11 രജിസ്റ്റർ ഉണ്ടായി. ഇത് കട്ടായി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് യൂസറിന് ഇൻപുട്ട് കൊടുക്കാൻ പറ്റാവുന്നൊക്കെ നമുക്ക് എന്തെങ്കിലും. സപ്പോസ് നമുക്ക് ഒരു ക്യാരക്ടർ കൊടുക്കാം. ക്യാരക്ടർ ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാരക്ടർ മോൾഡ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തു? ക്യാരക്ടർ സിംഗിൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്രിന്റ് ഓഫ് എൻ്റർ യുവർ ക്യാരക്ടർ നമുക്ക് പറയാം. പ്രിന്റ് ഓഫ് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്കാൻ ചെയ്തു. പ്രിന്റ് ക്യാരക്ടർ ആകുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് %C വെച്ചിട്ട് നമുക്ക് സ്കാൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രിന്റ് ഓഫ് ക്യാരക്ടർ ഈക്വൽ ടു ക്യാരക്ടർ ഈസ് %C എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് ബിൽഡ് ചെയ്ത് നോക്കാം. ബിൽഡ് ചെയ്തു, റൺ ചെയ്തു. എൻ്റർ യുവർ ക്യാരക്ടർ നമുക്കൊരു ഒരു V എന്ന് പറഞ്ഞു. കണ്ടോ? ക്യാരക്ടർ ഈസ് D.
ഓക്കെ, പെർസെൻറ്റേജ് സി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ക്യാരക്ടറിലേക്ക് വാല്യൂ അസൈൻ ചെയ്തു. ഓക്കെ, ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മളൊരു നെയിമാണ്. ഓക്കെ, enter your name. നെയിം എടുക്കുമ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ട് എടുക്കുക, പെർസെൻറ്റേജസ് സ്ട്രിംഗ്. ഇവിടെ നമുക്ക് കൊടുക്കാം യുവർ നെയിം ഈസ് പെർസെൻറ്റേജസ്. ഇവിടെ എന്താ പറയാ, നമുക്ക് സ്കാൻ ചെയ്യേണ്ടതും പെർസെൻറ്റേജ് നെയിം വെച്ചിട്ടാണ് കേട്ടോ. റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെയിം ആക്കാം. ഓക്കെ, നമ്മളൊരു ക്യാരക്ടർ ആരെ ഡിക്ലെയർ ചെയ്തു, എന്നിട്ടത് വാല്യൂ അസൈൻ ചെയ്തു, വാല്യൂ സ്കാൻ ചെയ്തു, എന്നിട്ട് പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് നോക്കിയേക്കാം. ഇപ്പൊ ഒരു എറർ വരും. ഓക്കെ, അവര് ടു ബി സൈസ് ഈസ് മിസ്സിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് ഗിവൺ ഒരു സൈസ് പറഞ്ഞു കൊടുക്കാം. അത്ര 21 ബിൽഡ് ചെയ്യാം. എൻ്റർ യുവർ നെയിം, ബേസിക് എന്ന് പറയും. എൻ്റർ യുവർ നെയിം ഈസ് ബേസിക്. ഓക്കെ, അപ്പൊ സ്ട്രിങ് എങ്ങനെയാണ് നമ്മൾ നോക്കി. ഓക്കെ, പക്ഷെ ഈ സ്കാനഫിന്റെ പ്രശ്നമുണ്ട്. ഇതില് സ്പേസ് ടാബൊന്നും വന്നാൽ എന്തെടുക്കില്ല, ഇത് റീഡ് ചെയ്യില്ല. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം, ഒന്നും കൂടെ റൺ ചെയ്യാം. എൻ്റർ യുവർ നെയിം, നമ്മൾ പറയുന്നത് ബേസിക് സ്പേസ് കോഡിംഗ് ആയിരിക്കും. എൻ്റർ ചെയ്തു. അപ്പൊ കണ്ടോ, യുവർ നെയിം ഈസ് ബേസിക്. നമുക്ക് എന്ത് കിട്ടിയില്ല, കോഡിങ് കിട്ടിയില്ല. ഓക്കെ, അപ്പോ സ്കാനഫ് ഉപയോഗിക്കുമ്പോൾ എന്ത് കിട്ടില്ല, നമ്മൾ സ്പേസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് നമുക്ക് റീഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ അത് നോക്കാം നമുക്ക്. അതിന് നമ്മൾ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം, നെയിം കോമ അതിന്റെ സൈസ് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ ക്യാരക്ടറിന്റെ സൈസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈസ് ഓഫ് ഇന്റ്, സൈസ് ഓഫ് സൈസ് ഓഫ് ഇന്റ്, സൈസ് ഓഫ് ഫ്ലോട്ട്, സൈസ് ഓഫ് സ്ട്രിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് സൈസ് ഓഫിൽ എന്ത് പറഞ്ഞു കൊടുക്കാം, ഇതിന്റെ നെയിമിന്റെ ലെങ്ത് പറഞ്ഞു കൊടുക്കാം, നെയിം എന്ന് പറഞ്ഞു. അപ്പൊ എത്ര എടുക്കും, ഒരു ക്യാരക്ടർ ആകുമ്പോൾ എത്രയാണ്, 1 ബൈറ്റ് എടുക്കുക. അപ്പൊ 20 എടുത്തോളൂ. എത്രയാണ് ആവശ്യമുള്ള വെച്ചാൽ അത്ര എടുത്തോളൂ. കോമ നമുക്ക് stdin എന്ന് പറഞ്ഞിട്ടുള്ള, ഓക്കെ, ഇതാണ് അതിന്റെ സിന്റാക്സ്. സെമിക്കോളൻ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്യാം. എൻ്റർ യുവർ നെയിം, നമ്മൾ കൊടുക്കണം ബേസിക് കോഡിംഗ്. എൻ്റർ നമ്മൾ കിട്ടി, സ്പേസ് അടക്കമുള്ള ഡാറ്റ കിട്ടി. യുവർ നെയിം ഈസ് ബേസിക് കോഡിംഗ്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇത് നോർമൽ ആയിട്ടുള്ള സ്കാനഫ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് സ്കാനഫ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. സ്ട്രിങ്ങിന്റെ സ്പേസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാനഫ് ഫംഗ്ഷൻ സ്പേസ് ഉള്ള വാല്യൂസ് എടുക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കണം, ഇതുപോലുള്ള ഗെറ്റസ് പോലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യാം.
ഓക്കെ ഓക്കെ താങ്ക് യു ഗൈസ്.